അസ്സലാമു അലൈക്കും. ഇസ്ലാമിൽ അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ പുരുഷന് കൂടുതലും സ്ത്രീകൾക്ക് കുറവുമല്ലേ ലഭിക്കുന്നത്? ഇത് അനീതിയല്ലേ എന്നൊരാൾ എന്നോട് ചോദിച്ചു. ഇതേ സംശയം പല ആളുകൾക്കും ഉണ്ടാകാം. നമുക്കതൊന്ന് പരിശോധിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനന്തരാവകാശം ലഭിക്കുന്ന 34 സാഹചര്യങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഇതിൽ 4 സാഹചര്യങ്ങളിൽ മാത്രമാണ് പുരുഷന് കൂടുതലും സ്ത്രീകൾക്ക് കുറവും ലഭിക്കുന്നത്. 20 സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെയാണ് ലഭിക്കുക. 6 സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് കൂടുതലും പുരുഷന് കുറവുമാണ്. 4 സാഹചര്യങ്ങളിൽ സ്ത്രീക്ക് ലഭിക്കുന്നു, പുരുഷന് ഒന്നും ലഭിക്കുന്നില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇസ്ലാം അനന്തരാവകാശം വീതിക്കുന്നത് ജെൻഡറിൻ്റെ അഥവാ സ്ത്രീയാണോ പുരുഷനാണോ നോക്കിയിട്ടല്ല, മരിച്ച വ്യക്തിയുമായുള്ള ബന്ധവും ഉത്തരവാദിത്തങ്ങളും നോക്കിയിട്ടാണ്.